ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എൻ്റെ അടുത്തുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും അതിൻ്റെ കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. എവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് കണ്ടാലും ഓടിക്കറി പോയി വാങ്ങുന്ന ആളാണ് ഞാൻ. പൊതുവേ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് എൻ്റെ അടുത്തുള്ള കുറച്ച് ക്രാഫ്റ്റും അതിൻ്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. വളരെ റേറ്റ് കുറവാണ്. സോ ലെറ്റ്സ് ഗോ ദ വീഡിയോ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ് ഐറ്റം ഇൻ മൈ ലൈഫ്, ഇതെന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ ബീഡ്സ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതിന് 196 അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തീരാനായി. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡ്രോയിങ് പേപ്പറാണ്. ഞാൻ ഡ്രോയിങ്ങിന് ക്കാളും കൂടുതൽ പെയിൻറ്റിങ്ങിനാണ് ഇത് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ്. അത്യാവശ്യം നല്ല പേപ്പർ തന്നെയാണ്, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഞാൻ പൊതുവേ ഈ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ GSM വരുന്നത് 250 ആണ്. 250 GSMലാണ് ഈ പേപ്പർ ഉണ്ടാകുന്നത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇത് ക്ലാസ്മേറ്റിൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 60, 80 അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് കുറേ മുമ്പേ വാങ്ങി വെച്ചൊരു ബുക്കാണിത്. എനിക്ക് തോന്നുന്നു 60 അങ്ങനെ എന്തോ ആണ്. 60 റേറ്റാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചാർട്ട് പേപ്പറാണ്. ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ ഈ വൈറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് റൂൾഡ് നോട്ടാണ്. ഇത് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ ക്രാഫ്റ്റേഴ്സ് ഐറ്റംസിൻ്റെ ഒക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഇതുപോലെ തന്നെ ഒരു ഡ്രോയിങ് ഷീറ്റാണ്. ഇത് 300 GSM വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. അത്യാവശ്യം വൃത്തിയായിട്ടുള്ള സാധനം തന്നെയാണിത്, എനിക്ക് തോന്നിയത്. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ക്യാൻവാസാണ്. ക്യാൻവാസിന് 445 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. 445 ആണ് റേറ്റ്. ഇത് 14x18 ക്യാൻവാസാണ്. ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ക്യാൻവാസും കൂടി ഉണ്ട്. അത് ക്യാമലിൻ്റെ ക്യാൻവാസാണ്. ഇതിന് 399 എന്തോ ആണ് റേറ്റ് വരുന്നത്. ഇത് 12x16 ക്യാൻവാസാണ്. ഇതെല്ലാം ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കളർ പേപ്പേഴ്സാണ്. കളർ പേപ്പേഴ്സിൻ്റെ ഒരു ബണ്ടിലാണ് ഞാൻ വാങ്ങി വെച്ചിരുന്നത്. ഇതിന് ബണ്ടിലിന് 60 റുപ്പീസാണ് വരുന്നത്. 1 ഷീറ്റ് 2 റുപ്പീസാണ്. ഞാൻ ബണ്ടിലായിട്ട് വാങ്ങിയത് 60 റുപ്പീസിന് കിട്ടി. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഗിൽറ്റർ ഷീറ്റാണ്. ഗിൽറ്റർ ഷീറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഡെക്കോർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ആകെ 3 ഷീറ്റ് എൻ്റെ കയ്യിലുള്ളൂ. ഒരു ഷീറ്റിന് 50 റുപ്പീസ് ആണ് വരുന്നത്. അടുത്തത് മറ്റേ ഒരു നൂലുകളാണ്. ഇതൊക്കെ ഞാൻ പണ്ട് എന്താ പറയുക, ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് ഐറ്റംസാണ്. ഇതിനെന്തോ 50 റുപ്പീസ് 10 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ബീഡ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ബോട്ടിലാക്കി ഞാൻ വെച്ചേക്കാണ് ചെയ്യുന്നത്. ഇതൊക്കെ കുറേ മുമ്പ് ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് ഐറ്റംസാണ്. ഇതൊക്കെ കുറച്ചൊക്കെ എൻ്റെ ചേച്ചിയുടെ ആണ്. ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് മറ്റേ സാധനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഗിൽറ്റർ പേസ്റ്റ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റലാണ്. 12 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിന് 50 രൂപയാണ് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ന്യൂ ആണ്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഡോംസിൻ്റെ തന്നെ 12 ഷെയ്ഡ് കളർ പെൻസിൽസാണ്. ഇതിന് വരുന്നത് 30 റുപ്പീസാണ്. അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഡോംസിൻ്റെ തന്നെ ഒരു വാട്ടർ കളറാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല വൃത്തിയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. അടുത്തതും ഡോംസിൻ്റെ തന്നെ കളേഴ്സാണ് വരുന്നത്. 12 ഷെയ്ഡ്സ് തന്നെ വരുന്നത്. പൊതുവേ ഞങ്ങൾ ഡോംസിൻ്റെ അധികം യൂസ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം വൃത്തിയായിട്ട് തോന്നി. പിന്നെ കളർ സ്കെയില് അതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഐറ്റം. പിന്നെ പെന്നാണ്. ഇതിന് 10 റുപ്പീസ് ആണ് വരുന്നത്.
ജെൽ പെൻ. ഇത് മാർക്കറാണ്. ഇതും 10 റുപ്പീസ് തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കത്രിക. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. നൈഫ്, ഇതൊക്കെ ക്രാഫ്റ്റിന് അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് കോമ്പസ്. പിന്നെ ഇത് ഒരു ഹാങ്ങിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടി സൂചി പോലത്തെ ഇതാണ് വരുന്നത്. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. നമ്മൾ ഫോട്ടോസൊക്കെ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ക്ലിപ്പാണ്. അതൊരു 30 റുപ്പീസാണ് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ വരുന്നത് ഒരു ബ്ലെൻഡിങ് ടൂളാണ്. ഇത് പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇതിൻ്റെ റേറ്റ് 110 ആണ് പ്രൈസ് വരുന്നത്. ഇത് അത്യാവശ്യം വർത്ത് തന്നെയാണ്. പിന്നെ ഗമ്മ്, ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഫെവിക്കോള്, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പശയാണ് ഇത്. പിന്നെ ഗ്ലൂ മാത്രമേ ഇല്ലയെന്നേ ഉള്ളൂ, ഡബിൾ ടാപ്പ്. നെക്സ്റ്റ് ഹൈലൈറ്റർ തെർമാക്കോളിൻ്റെ ബോൾസാണ്, കളർ ബോൾസാണ്. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വരുന്നത് നമുക്ക് ഫയലൊക്കെ ഇത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ്. പിന്നെ ഇത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ ഇത് ബ്രഷ് പെന്നാണ്. ബ്രഷ് പെന്ന് നമുക്ക് വാട്ടർ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുള്ള സാധനമാണ്. 50 റുപ്പീസ് അങ്ങനെ വരുന്നത്. മാസ്കിങ് ടാപ്പ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കളേഴ്സാണ്. ഇത് ഞാൻ പല ടൈമിൽ വാങ്ങിച്ച് വെച്ചിട്ടുള്ള കളേഴ്സാണ്. പൊതുവേ ഓരോ ടൈമിൽ ഞാൻ ഓരോ കളേഴ്സൊക്കെ വാങ്ങി വെക്കും. എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള കളേഴ്സാണ് ഇതൊക്കെ. വൈറ്റ് അത്യാവശ്യം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊരു വലിയ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തിരിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കളേഴ്സ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിരയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, കളേഴ്സ് കണ്ടാൽ അത് എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണിത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുള്ളതും കളേഴ്സ് തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് ക്രാഫ്റ്റിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറേ അധികം ബ്രഷുകളാണ്. കുറേ ബ്രഷ് വാങ്ങിക്കൂട്ടാറുണ്ട്. പെയിൻറ്റും ബ്രഷസാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഐറ്റംസ്. അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഒരു വാർണിഷാണ്. ഇത് ഓയിൽ കളേഴ്സിനുള്ള പിച്ച വാർണിഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 റുപ്പീസാണ്. നല്ല വർത്തി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ടിഷ്യൂ പേപ്പേഴ്സ്. പിന്നെ പെൻസിൽ. ആവശ്യം ഫസ്റ്റ് കാണിക്കേണ്ട സാധനം ലാസ്റ്റാണ് കാണിക്കുന്നത്, പെൻസിൽസ്. ഇത് പിന്നെ കുറച്ച് ലാംപ്സാണ്. ഇതിന് 89 റുപ്പീസാണ് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിലൊരു സ്റ്റിച്ചിങ് സ്കിറ്റ് ഉണ്ട്. ഇതെന്താ ക്രാഫ്റ്റിൻ്റെ കൂടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ വാങ്ങിയതാണ്. റേറ്റ് 149 ആണ് വരുന്നത്. അടുത്തതായി എൻ്റെ കയ്യിലുള്ളത് ക്യാൻവാസ് ഷീറ്റാണ്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി, മ്യൂറൽ പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് 200 സംതിങ് അങ്ങനെ എന്താണ്. ഈ ഒരു ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസാണ് ക്യാൻവാസൊക്കെ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഞാൻ ക്രാഫ്റ്റ് വാങ്ങാൻ പോയ സമയത്ത് കണ്ടൊരു സാധനമാണ്. ഗ്ലാസ് പെയിൻ്റാണ്. എൻ്റെ കയ്യിൽ ഗ്ലാസ് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാത്തത്. ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ചെയ്യും. ഇതിൻ്റെ റേറ്റ് എന്താ വരുന്നത് 160 റുപ്പീസാണ്. 160 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്തായാലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ജേണൽ കിറ്റാണ്, വിൻറ്റേജ് ജേണൽ കിറ്റ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങുന്ന സമയത്ത് എന്തോ 29 അങ്ങനെ എന്തോ ആയിരുന്നു, 290. എന്തായാലും നല്ല വൃത്തിയായിട്ട് ഐറ്റമാണ്. എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, വേണമെന്നാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇതിന് ഭയങ്കര റേറ്റൊന്നും വരുന്നില്ല. ഇതിന് വരുന്നത് 69 ആണ്.
അതൊരു ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ സെറ്റാണ്. ഇതൊക്കെ 635 റുപ്പീസിൻ്റെ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതിനും റേറ്റ് കുറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ നിന്നും അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ ഇതിന്നൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു Q&A ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ഇടാം. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.